വെള്ളം തുറന്നുവിടാത്തതിൽ പ്രതിഷേധിച്ച് പരിയാരത്ത് ജനപ്രതിനിധികൾ വലിയ കനാലിലിറങ്ങി പന്തം കത്തിച്ച് സമരം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജീപ്സി ജേറ്റസ് ഉദ്ഘാടനം ചെയ്തു. അന്ത്രക്കപ്പാടം, ഒരപ്പന, തുമ്പാക്കോട്, കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലേക്കാണ് കനാൽ വെള്ളം എത്താത്തത്. സാധാരണ 21 ദിവസത്തിന് ശേഷം ബ്രാഞ്ച് കനാലിലേക്ക് വെള്ളം തുറന്നുവിടാറുണ്ട്. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും വെള്ളം തുറന്നുവിടാത്തതിൽ കർഷകരടക്കം നാട്ടുകാർ ദുരിതത്തിലായി. വെള്ളിയാഴ്ച രാവിലെ വെള്ളം എത്തുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പും ലംഘിക്കപ്പെട്ടു. ഇതോടെയാണ് പരിയാരം ബ്രാഞ്ചിലേക്ക് വെള്ളം തുറന്നുവിടുന്ന മെയിൻ കനാലിൽ ജനപ്രതിനിധികളോടൊപ്പം നാട്ടുകാരും ഇറങ്ങി പ്രതിഷേധിച്ചത്. ഇന്നലെ എയോട് വിളിച്ച് സംസാരിച്ചപ്പോ ഇന്ന് രാവിലെ തന്നെ വെള്ളം ഇവിടെ എത്തുമെന്ന് ഉറപ്പ് നൽകി. അത് പ്രകാരം ഈ ഭാഗത്തുള്ള മുഴുവൻ ആളുകൾ, കർഷകർ ഈ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ജലസേചനത്തിന് മാത്രമല്ല കുടിവെള്ളത്തിനും ഉപകരിക്കും എന്നുള്ളതുകൊണ്ട്. പക്ഷേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഏരിയയൊക്കെ തന്നെ ഉറപ്പുകൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടയിൽ വെള്ളം തുറന്നുവിടുന്നതിന്റെ ചുമതലയുള്ള ജീവനക്കാരനെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും അടക്കം ഫോണിൽ നടത്തിയ ചർച്ചയിൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടാൻ സമ്മതിച്ചതിനെ തുടർന്നാണ് ജനപ്രതിനിധികൾ സമരം അവസാനിപ്പിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM ടെൻസൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിഷ്ണു, KJ തോമസ്, ED സിജോ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, ചാലക്കുടി.